ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് അവധിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒക്കെ കൂട്ടി നമ്മളൊന്ന് പുറത്ത് പോകാനായിട്ടൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേഗം തന്നെ തീർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ രാവിലെ അപ്പം ഉണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേഗം കുട്ടികൾക്ക് കൊടുത്തിട്ട് നമ്മളും കഴിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങണം. കാരണം ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ടേക്ക്. കുട്ടികളെയും കൊണ്ടൊക്കെ എല്ലാം റെഡിയായി ഇറങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം സമയമെടുക്കും. അങ്ങനെ നമ്മൾ വേഗം റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ്. നമ്മൾ ഈസ്റ്ററൊക്കെ വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള അവധികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പല വഴിക്കൊക്കെ ആയിട്ട് കറങ്ങാനൊക്കെ പോകുന്ന ഒരു സമയമായിരിക്കും. ഔട്ടിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് ലീവ് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഔട്ടിങ് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയത് ഒരു മോളിലേക്കാണ്. നമ്മുടെ തൊട്ടടുത്തല്ല, ഒരു അരമണിക്കൂർ, ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അവിടെ 2 റിവേഴ്സ് മാൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ കെനിയയിലെ തന്നെ അത്യാവശ്യം ഒരു ബിഗസ്റ്റ് മാളെന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളതും ഉള്ളതിൽ വെച്ച് ഏറ്റവും അത്യാവശ്യം വലിയൊരു മോളാണ്. അപ്പോൾ അവിടെ നിന്ന് പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോയി. അപ്പോൾ ഈ പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ബാറ്റയിലൊന്ന് കയറി. കാരണം മോൾക്കൊരു ഷൂസ് വേണമായിരുന്നു. പിന്നെ അവിടെ മോൾക്ക് ഷൂസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡും ചെറുതായിട്ടൊന്ന് ഷൂ ഒക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ട ഒരെണ്ണം വാങ്ങുകയും ചെയ്തു കേട്ടോ. ഇതല്ല കേട്ടോ വാങ്ങിയത്. അപ്പോൾ അങ്ങനെ ട്രയലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഷൂസിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെ ഒന്നുമല്ല. നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇതിലും നല്ല ലാഭത്തിൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് മോൾസിലെല്ലാം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാലും ഇവിടെ മിനിമം കുട്ടികളുടെ ഷൂസിൽ പോലും ഒരു മിനിമം 2000 ഷില്ലിങ്സ് ഒക്കെ ആവും ഷൂസൊക്കെ വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. പക്ഷേ ഇത് മോൾക്ക് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങി. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പിലൊക്കെ ഒന്ന് കയറി ചുമ്മാ ഒന്ന് നോക്കി ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മോനിങ്ങനെ പറഞ്ഞു അവന് ഒന്ന് വണ്ടിയിൽ കയറണം എന്ന്. അപ്പം നമ്മളിവിടെ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ബാറ്ററി വെച്ചിട്ടാണ് ഇത് ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു പെർ 10 മിനിറ്റ്സ് വെച്ചിട്ട് പെർ പേഴ്സൺ 400 ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും 10 മിനിറ്റ്സ് യൂസ് ചെയ്തില്ല. മോന് 5 മിനിറ്റ്സ്, മോള് 5 മിനിറ്റ്സ്. കാരണം മോൾക്ക് അത്ര ഈ 5 മിനിറ്റ്സ് തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ അധിക നേരം അവർക്ക് ഇരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് ആവുന്നതിനും 5 മിനിറ്റ് പറഞ്ഞിട്ട് കൂടി മോളാണെങ്കിൽ 5 മിനിറ്റിന് മുന്നേ തന്നെ അതിൽ നിന്ന് ചാടി ഇറങ്ങി മതിയായി. അങ്ങനെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അധികം വെയിലൊന്നും കൊള്ളിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടേക്ക് ഒന്ന് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ. പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ അവർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. പിന്നെ ഇതൊക്കെ ഫുഡ് കഴിക്കുക, ഇങ്ങനെ കളിക്കാനൊക്കെ കയറുക, ഇതൊക്കെയാണ് ഈ മോൾസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെയുള്ളൊരു സന്തോഷം എന്ന് പറയാനായിട്ട്, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. പിന്നെ ഞാൻ അവിടെ കുറച്ച് എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ലിപ്സ്റ്റിക്കിനൊക്കെ മുടിഞ്ഞ വിലയാണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസാണ്. ഞാൻ എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് ഇവിടെ നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ അത്യാവശ്യം വിശപ്പൊക്കെ ആയി തുടങ്ങിയപ്പം ഫുഡിൻ്റെ സെക്ഷനിലേക്കൊക്കെ വന്നു. അവിടുന്ന് നമ്മൾ ബർഗർ കിങ്ങിലാണ് കയറിയത്. ഇവിടെ വന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ട് പോയ ഒരു കുട്ടി വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ